സുനിൽ ഛേത്രി ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്തായാലും നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത്. സോ ആ ഒരു ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കും. സുനിൽ ഛേത്രിയുടെ ഒരു വലിയ ഇൻ്റർവ്യൂ ആണ്. അത് എനിക്കിഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സുനിൽ ഛേത്രിക്ക് കിട്ടിയ ആദ്യത്തെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വലിയൊരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട, അതായത് സുനിൽ ഛേത്രി +2 കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിനൊരു കോൺട്രാക്റ്റ് ലഭിക്കുകയാണ്. അത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് വിളിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇങ്ങനെ അവർക്ക് താല്പര്യമുണ്ട്, ഇതിൻ്റെ ട്രയൽസ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. സോ ആ ഒരു സമയത്ത് സുനിൽ ഛേത്രി മോഹൻ ബഗാനിൽ സൈൻ ചെയ്യുകയാണ്. സോ സൈൻ ചെയ്ത സമയത്ത് ആ ഒരു ആങ്കർ സുനിൽ ഛേത്രിയോട് ചോദിക്കുന്നുണ്ട്, ആ ഒരു സമയത്ത് പഠിക്കുമല്ലായിരുന്നു, അപ്പോൾ അച്ഛനും വീട്ടുകാരും ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നൽകിയൊരു മറുപടിയുണ്ട്, അവരൊന്നും പറഞ്ഞില്ല. അതിന് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന പേരാണ്. കാരണം അന്നത്തെ ഏറ്റവും വലിയ ലെജൻഡറി ക്ലബ്ബ്, ഇപ്പോഴത്തെ ലെജൻഡറി ക്ലബ്ബും എല്ലാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ്. സോ അതാണ് കാരണം. തൻ്റെ അച്ഛനോ ഫാമിലി തന്നെ ഒന്നും പറഞ്ഞില്ല. ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തോളാൻ അവർ പറഞ്ഞു. പിന്നെ അതുവരെ താൻ ആ ഒരു കരിയർ എന്ന് പറയുന്നത് ഭയങ്കര ലേസി ആയിട്ടായിരുന്നു, ജസ്റ്റ് എൻജോയ് ചെയ്യുകയായിരുന്നു. ബട്ട് ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തതിന് ശേഷം താൻ വേറൊരു ലെവലിലേക്ക് മാറി എന്നാണ് സുനിൽ ഛേത്രി പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ആ ഒരു ഏറ്റവും വലിയ ഇൻസിഡൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC മാച്ചിൽ നമ്മൾ ഇവാൻ കോമിനോവിച്ച് നമ്മൾ പ്ലേസിനെയൊക്കെ കൊണ്ട് ഇറങ്ങിപ്പോയ ഒരു ദിവസം, സെമി ഫൈനൽ പ്ലേ ഓഫ് ആ ഒരു ദിവസം എന്ന് പറയുന്നത്. സോ എന്തായാലും ആ ഒരു ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, അന്നത്തെ ദിവസം എല്ലാവരുടെയും കണ്ണിൽ, പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ കണ്ണിൽ ഒരു വില്ലനായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് തൻ്റെ ഫാമിലിയെയും അന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതായത് തൻ്റെ വൈഫിനെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. അത് തനിക്ക് ഹർട്ടായെന്നും നമ്മുടെ സുനിൽ ഛേത്രി പറയുന്നുണ്ട്. സോ ഇത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ സ്ഥിരം പരിപാടിയാണ്, അത് ഫാമിലിയെ പിടിച്ച് ഇതാക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. സോ എന്തായാലും ആ ഒരു പരിപാടി ഇനി ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലാരാണോ കുറ്റക്കാർ അവരെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ബട്ട് എന്താ പറയുക, ഫാമിലിയിലോട്ടൊക്കെ പോകുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ തന്നെ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.